ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇതാ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? നമ്മള് താമരശ്ശേരി ചോരന്ന് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, മനസ്സിലായല്ലോ. വെൽക്കം. അപ്പോൾ നമുക്ക് വയനാട്ടിലേക്ക് പോവാം. ഞങ്ങൾ വയനാട്ടിലേക്ക് പോവാണ്, കോഴിക്കോടിൽ നിന്ന് വയനാട്ടിലേക്ക്. ഓക്കെ, അപ്പം കാണാം. നമുക്കങ്ങനെ രാവിലെ നൂഡിൽസ് കഴിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നൂഡിൽസ് പറഞ്ഞിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് കിട്ടുമെന്ന് സംശയം ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞു റെഡിയാക്കിക്കൊണ്ടിരിക്കാം. 3 നൂഡിൽസ്, 3 നൂഡിൽസ് കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ ഇവിടുത്തെ നൂഡിൽസ് കഴിയുമ്പോൾ കാടമുട്ട കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറാൻ ചെയ്ത് നോക്കി. അവിടെ നോക്കുന്ന റോഡ് കാണും, നിങ്ങൾ കാണും. കണ്ടോ മുകളില് മഞ്ഞിൽ മറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലേ, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വണ്ടി പോകുന്നുണ്ടോ? കണ്ടോ? ഗൈസ്, ഞങ്ങൾ ഇനി മുകളിലോട്ട് കയറട്ടെ. ഞാൻ ഇവിടെ ചെല്ലണം, അപ്പം കഴിഞ്ഞൊക്കെ പോകണം. അപ്പോൾ കാണാം. ഗൈസ്, ബ്ലോക്കാണ്, 1 ബ്ലോക്ക്. ഞങ്ങളും വിചാരിച്ചു ബ്ലോക്കൊന്നുമില്ല, ഇപ്പം അങ്ങനത്തെ ആവാം. എവിടെ നിന്നതാ ഫ്രണ്ടിൽ ഫുൾ ബ്ലോക്കാണ്. നിങ്ങൾ കാണോ? അതുപോലെ മാപ്പിലും കാണിച്ചു ബ്ലോക്കാണ്. ഇനി എത്ര നേരം കഴിഞ്ഞിട്ട് ഈ ബ്ലോക്ക് മാറുമായിരിക്കും? ഈ ബ്ലോക്ക് കാണുമ്പോഴേക്കും മൂന്നാറിലെ ബ്ലോക്കാണ് ഓർമ്മ വരുന്നത്. ഈ ബ്ലോക്ക് കാണുമ്പോ മൂന്നാറിലിപ്പോ പോയ ഡിസംബറിലോ? എന്തൊരു മാറ്റം! ക്ലച്ച് ഏതോ വണ്ടിയിലെ ക്ലച്ച്. മൂന്നാറിലാണെന്ന് തോന്നുന്നു, ഡിസംബറിലാണെന്ന് തോന്നുന്നു മൂന്നാർ. ആ സമയത്തുള്ള ബ്ലോക്ക് 1 ബ്ലോക്കാണ്. ഞങ്ങൾ കഴിക്കാൻ കയറി. അവർ പൂരി കഴിക്കുന്നു, നമുക്കുള്ള നൂഡിൽസ് കഴിക്കും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉറക്കം വരുന്നുണ്ട്. അവരപ്പുറത്തിരിക്കുന്നു, നമ്മൾ ഇപ്പുറത്തിരിക്കുന്നു. ബിക്കോസ് നല്ല തണുപ്പുണ്ട് ആ സ്ഥാനത്തേക്ക്. അപ്പം തണുക്കുന്നു, അതുകൊണ്ട് ഇപ്പുറത്ത് കാണുന്നു. ഇവിടെ കാണാൻ കാര്യമായിട്ടില്ല. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ അത് രാവിലെ തുറന്നാണോ? നൂഡിൽസ് വന്നില്ല ഗൈസ്. വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ നൂഡിൽസ്. കാത്തിരുന്ന് നമ്മുടെ നൂഡിൽസ് വന്നു. ഷുഗർ ഇല്ല, ഷുഗർ വേണ്ട. കഴിച്ചു നോക്കാം. സൂപ്പർ. തണുപ്പത്തെ ചൂട് ഒരു കഴിക്കുമ്പോൾ പൊളിയാണ്. ഞങ്ങൾ നൂഡിൽസ് കഴിച്ചിട്ട് രാവിലേക്ക് നടക്കുന്നു. നല്ല വെയിലുണ്ട്. രാവിലത്തെ ആ മഞ്ഞും
പിന്നെ എന്തുവാ തണുപ്പും ഒക്കെ ഇപ്പോൾ പതുക്കെ പതുക്കെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ചൂടുണ്ട്. സോ കുട പിടിച്ചിരിക്കുക, കരിയാൻ വയ്യ. ഓക്കെ, പിന്നെ അകത്തെ കാഴ്ചകൾ പതിയെ കാണാം. കണ്ണയുടെ താഴെ പോയതാണ്. അതുപോലെ ഷൂവിൻ്റെ ലേസ് കഴിഞ്ഞു. ഷൂ ലേസ് കിട്ടണം. ബാഗിൻ്റെ ഫ്രണ്ടിലെത്തി നമ്മൾ അപ്പോട്ട് കയറട്ടെ ഗൈസ്. ഗൈസ്, നിങ്ങൾ കത്തനാര കണ്ടിട്ടുണ്ടോ? ഇതാണ് കത്തനാർ. കത്തനാരും കത്തനാരിന്റെ ഫാമിലി. അതിന്റെ കൂടെ ഇട്ട അറിയൂലേ? വാച്ചിന്റെ കൂടെ ഇട്ട അതിന്റെ കൂടെ കിട്ടിയതാ? അതെ. ചുമ്മാ പിന്നെ കുറേ റൈഡ്സ് ഉണ്ട്. സിപ്പ് ലൈൻ, ഇതേപോലെ കുറേ റൈഡ്സ്. സിപ്പ് ലൈനൊക്കെ എനിക്ക് പോകണം ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ചെറിയൊരു പേടിയുണ്ട്. ഉയരം കൂടുന്നവരും പേടിയുടെ ആയവും കൂടുമല്ലോ. അതിന് വരും. വെരി ഗുഡ്. ഇപ്പം ഞാൻ ഇതാക്കിക്കണ്ടോ വെള്ളം? കണ്ടോ വെള്ളം? അത് തന്നെ വരത്തുള്ളൂ, അത് ഇങ്ങോട്ട് വരത്തില്ല. ഗൈസിനെ പറ്റിച്ചു. ഇങ്ങനെ കറങ്ങി ഇതുവരെ വരും. ഞാൻ ആദ്യം ഇവിടെ നിന്നപ്പോഴേക്ക് കറങ്ങി വന്നായിരുന്നു. ഞാൻ വിചാരിച്ചു അത് എന്നെയും നനയ്ക്കും. പക്ഷെ നനച്ചില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നു അതിനകത്ത് കുറേ റൈഡ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് സിപ്പ് ലൈനൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഉയരം പേടിയാണ്. അതുകൊണ്ടാണ് ചെയ്യാണ്ടിരിക്കുന്നത്. പക്ഷെ ഒണ്ടേ ചെയ്യണം. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയല്ലേ? പേടിയൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യണം. കാരാപ്പുഴ ഡാം. ചൂട് കാരണം വെളുത്ത് ഡാമിൻ്റെ അങ്ങോട്ട് പോകണോ വേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. ഭയങ്കര ചൂടാണ് ഗൈസ്. കരിഞ്ഞു പോകുന്നു. എനിക്കിനിയും കരിയാൻ വയ്യ. ഒരു ഐസ്ക്രീം കുടിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ഐസ്ക്രീം വാങ്ങിക്കാത്ത അവസരം നമ്മൾ ജ്യൂസ് വാങ്ങിച്ചു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരു നല്ല ഉറപ്പൊക്കെ കഴിഞ്ഞിട്ട് നല്ല മീൻസും ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടി ഒരു കൊല്ലം ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. കുറച്ച് വെള്ളം കുടിച്ച് അപ്പം നേരം ആശ്വസിക്കാം. ചോറ് വന്നിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡ് കഴിച്ചിട്ട് കാണാം. ചോറ്, സാമ്പാർ, പപ്പടം, ഫ്രൈ. കഴിച്ചിട്ട് കാണാം. ആനക്കൂട്ടം കാണിച്ചു തരാം. സൂം ചെയ്ത് നോക്കട്ടും. ആനക്കൂട്ടം അത് അവിടെ എന്തോ കാണിക്കും. കൊറേ ആനകൾ. തോൽപ്പെട്ടി എക്കോ ടൂറിസം. നടക്കുന്നുണ്ട്. ജീപ്പുകളെ കണ്ടോ? നമ്മളിപ്പോൾ ഉള്ളത് തോൽപ്പെട്ടി എക്കോ ടൂറിസം. നമ്മൾ ജീപ്പ് സഫാരി പോകാൻ പോവാണ്. ഞങ്ങളോട് ചോദിച്ചപ്പോഴേക്കും റേറ്റ് പറഞ്ഞത് ഒരു ജീപ്പിൽ 4 പേര്, 4 6 ഇങ്ങനെ. നമുക്ക് 4 പേർക്ക് 2100 ആണ് റേറ്റ് വന്നത്. ഞാൻ പേയ്മെൻറ്റ് ചെയ്യാണ്ട് ക്യാഷ് ഉണ്ടായപ്പോഴേക്കും അവർ പറഞ്ഞു ക്യാഷ് പറ്റത്തില്ല, ഒന്നെങ്കിൽ കാർഡ്
അല്ലെങ്കിൽ GPay ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഡാഡി വരട്ടെ. അവർ അങ്ങോട്ടൊന്ന് പോയേക്കുവാണോ എന്തോ ചോദിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്തു. ഇനി ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ജീപ്പ് വരും. എന്നിട്ട് അപ്പുറത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ പോയി വെയിറ്റ് ചെയ്യട്ടെ. ജീപ്പിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഞാൻ പറഞ്ഞതുപോലെ 2000 ഉണ്ടോ? ഓക്കെ ഗായ്സ്, അപ്പം ജീപ്പ് വരട്ടെ. ജീപ്പിൽ കയറിയിട്ട് കാണാം. സഫാരി സ്റ്റാർട്ട് ചെയ്യും. വഴിയുണ്ടോ? അത് തിരിച്ചു വരുമോ? പിടിച്ചിരുന്നോ? എൻ്റെ അകത്തൂടെ പോകും. കാട്ടിൻ്റെ അകത്തൂടെ. കൊരങ്ങന്മാര് ലോടി മൊബൈൽ എടുത്ത ചൊറിയുന്നു. നിന്നെ പോലാണ് പാമ്പോ അതാണ് അവിടെ കുഴിച്ചോണ്ടിരിക്കുന്ന ഉണ്ടായിരുന്നു ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ കരയിലോട്ട് കയറും. ഗൈസ്, സഫാരിയൊക്കെ അടിപൊളിയായിരുന്നു. കഴിഞ്ഞു വന്നു. ഓക്കെ, അപ്പം നമ്മളിനി കാർ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുനെല്ലി ടെമ്പിളിലാണ്. തിരുനെല്ലി ടെമ്പിൾ ചെരുപ്പ് കൂടിയിട്ടിട്ട് ഞങ്ങളെല്ലാവരും കയറുകയാണ്. കയറട്ടെ. മുകളിൽ പോയിട്ട് എന്താണ് വിശേഷം നമുക്ക് നോക്കാം. കോട വന്നു തുടങ്ങി. ചെറിയ തണുപ്പുണ്ട്. ബാക്കി കാണാൻ നല്ല രസമുണ്ട്. മഞ്ഞ് കോട കണ്ടു. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ ഉള്ളത് കുറുവാ ദ്വീപിനടുത്തൊരു ഹോം സ്റ്റേയിലാണ്. ഇനി ഇവിടെ നിന്ന് നാളെ രാവിലെ എണീറ്റ് കുറുവാ ദ്വീപിലേക്കാണ് അടുത്ത യാത്ര. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് കുറേ നേരം വീഡിയോ എടുത്തില്ല. ബിക്കോസ് ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരം ഡ്രൈവ് ചെയ്തു. പിന്നെ മഴയുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് കാടായിരുന്നു. റേഞ്ച് ഉണ്ടായിരുന്നില്ല. മാപ്പ് നോക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചൊക്കെയാണ് ഞങ്ങളിവിടെ എത്തിയത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കാരണം കൊണ്ട് എനിക്ക് ഇടയ്ക്കുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ രാവിലെ എണീറ്റ് വന്നതുകൊണ്ടും മെഡിസിൻ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ജലദോഷത്തിൻ്റെ. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് നല്ല ഉറക്കശീലം. അപ്പോൾ ഞാൻ കുറേ നേരം ഉറങ്ങി, കുറേ നേരം ഡ്രൈവ് ചെയ്തു. പിന്നെ ഫോണിൽ ചാർജില്ല. അതൊക്കെ കൊണ്ട് ഇടയ്ക്കുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഫുഡ് കഴിക്കാനായി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് എന്താ ഫ്രഷായി ഞാനിതാണ് ഇരിക്കുകയാണ്. ഇനി പോയി കിടന്നൊന്ന് സുഖമായിട്ട് ഉറങ്ങി രാവിലെ എണീറ്റ് ഫ്രഷായിട്ട് പോകണം.